ഈ വിഷയത്തിൽ ഇപ്പൊ സെന്റ് റീത്താസ് സ്കൂൾ പള്ളിത്തുരുത്തിയിലെ എറണാകുളം ജില്ലയിലെ വിവാദ കലാലയം അല്ലെ, ആരാ വിവാദാക്കിയത്? ആ പ്രസിഡന്റ്, PTA പ്രസിഡന്റ് അടക്കമുള്ള ജോഷി അടക്കമുള്ള ഇതിന്റെ കോൺവെന്റിലെ സിസ്റ്റർ ആയിരിക്കുന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകളാണ്. കാരണം എന്താ? ഓരോ മതക്കാർക്കും ആ മതവിഭാഗങ്ങളുടെ അതത് ആചാരങ്ങളെ അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഡോക്ടർ അംബേദ്കർ ഭരണഘടന എഴുതി വെച്ച രാജ്യത്ത് പിന്നെ എന്തിനാണ് ഈ തരത്തമ്മ ഭേദമുള്ള നിലപാടുകൾ ഈ മാനേജ്മെന്റുകൾ എടുക്കുന്നത്? ഇതിനെതിരെ ആദ്യമായിട്ട് പ്രതികരിച്ചത് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിക്ക് കത്തയച്ചത് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ജോസഫ് വെളിവിലും അതുപോലെ തന്നെ ഇന്ത്യൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രസിഡന്റ് ഫിലിപ്പ് ജയുമാണ്. അത് വളരെ ശ്ലാഘനീയമായ, സ്വാഗതാർഹമായ, നമുക്കൊക്കെ തെല്ലൊന്നുമല്ല അത്തരം ആശ്വാസങ്ങൾ, ഇത്തരം വൃത്താന്തങ്ങളൊക്കെ നൽകുന്നത്. ഇവര് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതിക്ക് കത്തയച്ചിട്ട് അവര് പറഞ്ഞു, കത്തോലിക്ക സഭകളിലെ മൈത്രാന്മാർ അവർ കൃത്യമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഗാസ എഴുതി കൊടുക്കുന്ന തിരക്കഥയുടെ പുറത്ത് കളിക്കുന്ന കുറച്ച് കത്തോലിക്ക സഭകളും അവരുടെ എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ഗെയിം കൃത്യമായി പയറ്റി വിജയിപ്പിക്കുന്ന കുറച്ച് മൈത്രാന്മാർ ഇപ്പൊ കേരളത്തിലുണ്ട്. അവർ യഥാർത്ഥ സഭാവിശ്വാസികളെ അപകടത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ കേരളത്തില് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗീയതകൾ തലപൊക്കാൻ അവരുടെ ഈ നിലപാടുകൾ ഒരു കാരണമാവാൻ. അപ്പൊ മുസ്ലിം വിഭാഗത്തിൽ തീവ്രപക്ഷക്കാരായ കുറച്ച് ആളുകൾ വന്നപ്പോ, ഹൈന്ദവ വിഭാഗത്തില് തീവ്രപക്ഷക്കാരായ കുറച്ച് വിഭാഗങ്ങൾ വന്നപ്പോ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഭൂരിപക്ഷ ഹിന്ദുക്കളും അതിനെ നഖശികാന്ത എതിർത്തു. അത് ജനിച്ച മണ്ണിൽ തന്നെ ശവക്കുഴി തോണ്ടാൻ കേരളത്തിൽ അതിന് വിധിയുണ്ടായി. ദേ നിലപാട് കാസക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ കാസ ഇനി നാടിനെ മുഴുവൻ നക്കി തുടക്കുന്ന വലിയൊരു വിഷജന്തുവായി മാറും. ഈ വിഷജന്തുവാകുന്ന ഈ ക്രിസംഖ്യകരുടെ നിലപാടുകള് യഥാർത്ഥ ക്രൈസ്തവ ഭക്തരാകുന്ന മതേതര ക്രിസ്ത്യാനികളാകുന്ന ഇന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തെ കേരളത്തിലെ ഭൂരിഭാഗവും ക്രിസ്ത്യാനികളും ഈ മതേതര നിലപാടുള്ള ക്രൈസ്തവ സമൂഹമാണ്. എനിക്ക് ഇവിടെയൊക്കെ പറയാനുള്ളത്, ആദ്യം വിമർശിക്കാനുള്ളത്, ഈ ഇവിടെയൊക്കെ ശരിക്ക് ഈ സെന്റ് റീത്താസ് സ്കൂളിന്റെ നിലപാടിനെതിരെ പോലും ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വത്തിക്കാൻ സ്ഥാനപതിക്ക് കത്തയച്ചു. ഇതിന് കൃത്യമായ പരിഹാരം വേണം. എന്താ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഹിജാബ് ഇട്ട് ധരിച്ചു വന്നാല്, മേരി എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ അടുത്ത് വിളിച്ചു പറഞ്ഞു, മുസ്ലിം പെൺകുട്ടി അവളുടെ ഹിജാബ് ധരിച്ചു വരുന്നത് അവളുടെ ആദ്യത്താണ്, അവളെ ഒന്നുകൂടി നമസ്കരിക്കാനും അവളെ ഒന്നുകൂടി ബഹുമാനിക്കാനുമാണ് എനിക്ക് അതുകൊണ്ട് തോന്നുന്നത്. കാരണം അവൾ അവളുടെ മതത്തെ കൃത്യമായി ബഹുമാനിക്കുന്നുണ്ടല്ലോ അല്ലെ. ആ മേരി എന്ന് പറയുന്ന കന്യാസ്ത്രീ പറഞ്ഞ വാക്കിന്റെ ഒരു പക്വത ഈ മുസ്ലിം സമുദായത്തിൽ ഇല്ലാതെ പോയല്ലോ. ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രസിഡന്റിന് ഉണ്ടായ പക്വത ഈ മുസ്ലിം സമുദായത്തിൽ